രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ബ്രൂവറിക്ക് അനുമതി നൽകിയ മന്ത്രിസഭാ തീരുമാനമാണ്. അതിനെതിരെ പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്ത് വന്നു കഴിഞ്ഞു. ഇന്നലെ CPIയും അതിൽ പരസ്യമായി ദേശാഭിമാനിയിലൂടെ സത്യൻ മൊകേരി ലേഖനത്തിലൂടെ അതിലെ എതിർപ്പ് പ്രകടമാക്കിയിരിക്കുന്നു. അതിന് പിന്നാലെ JDSും മന്ത്രി കൃഷ്ണൻകുട്ടിയെ ആ മന്ത്രിസഭാ യോഗത്തിൽ അതിൽ അഭിപ്രായ ഭിന്നത അറിയിക്കാത്ത കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്ന ആവശ്യം JDSൽ അടക്കം ഉയരുന്ന സാഹചര്യത്തിലാണിപ്പോൾ RJDയിൽ നിന്നും അത്തരം എതിർപ്പിന്റെ സ്വരങ്ങൾ കൂടി വരുന്നത്. മദ്യനിർമ്മാണശാല അനുമതിയിൽ RJDക്കും കടുത്ത അമർഷം എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പാർട്ടിയുമായി കൂടിയാലോചിക്കാത്തതിലുള്ള വിയോജിപ്പ് CPMനെ അറിയിക്കും. മന്ത്രിയില്ലാത്തതിനാൽ വിയോജിപ്പ് മന്ത്രിസഭയിൽ അറിയിക്കാനായില്ലെന്നും RJD നേതൃത്വം. സെയ്ഫ് സൈൻലാബ്ദീനുണ്ട് വിവരങ്ങൾ നൽകാനായി. സെയ്ഫ്, ഇപ്പോൾ RJD കൂടെ ഇടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് മുന്നണിയിൽ നിന്ന് തന്നെ വലിയ ഒരു പിന്തുണ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, കടുത്ത എതിർപ്പ് നേരിടുന്ന ഒരു ഘട്ടം കൂടി CPM അഭിമുഖീകരിക്കുന്നു. ഇനിയിപ്പോൾ എന്തായിരിക്കും RJDയുടെ എങ്ങനെയാണ് RJD ഒരു വിയോജിപ്പ് അറിയിക്കാനുള്ള ശ്രമം തുടരുക? ഒപ്പം ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പുനരാലോചനയ്ക്ക് ഇത് CPMനെ പ്രേരിപ്പിക്കുമോ? ജിൽസി, ഒരു പുനരാലോചനയുടെ കാര്യത്തിലേക്ക് CPM പോകാനുള്ള സാധ്യത കുറവാണ്. ഈ എതിർപ്പ് രേഖപ്പെടുത്തുന്ന കക്ഷികളെ, രാഷ്ട്രീയ കക്ഷികളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്ന നിലപാടിലാണ് CPM ഇപ്പോഴും ഉള്ളത് എന്ന് ഇന്നലെ വൈകുന്നേരത്തെ MP രാജേഷിന്റെ വാർത്താ സമ്മേളനം കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു പുനരാലോചനയിലേക്ക് നിലവിൽ CPM നേതൃത്വം കടന്നിട്ടില്ല. അതിനിടയിലാണ് മുന്നണിക്കുള്ളിൽ തന്നെ കൂടുതൽ എതിർശബ്ദങ്ങൾ ഉയർന്നു വരുന്നത്. CPI എതിർപ്പ് രേഖപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്, JDS എതിർപ്പ് രേഖപ്പെടുത്തിയത് കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് RJD കൂടി എതിർപ്പ് രേഖപ്പെടുത്തി രംഗത്ത് വരുന്നത്. RJD ആണെങ്കിൽ കടുത്ത അതൃപ്തി LDFുമായി ബന്ധപ്പെട്ട് അവർക്ക് നിലനിൽക്കുന്നുണ്ട്. കാരണം ബാക്കി എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ അവർക്ക് മാത്രം മന്ത്രിസ്ഥാനം നൽകിയില്ല, ലോക്സഭാ സീറ്റ് നൽകിയില്ല, ആവശ്യമായി പരിഗണന കിട്ടുന്നില്ല തുടങ്ങിയ പരാതികൾ നേരത്തെ തന്നെ അവർ മുന്നോട്ട് വെക്കുന്നതാണ്. അതിനിടയിലാണ് മദ്യനയവുമായി ബന്ധപ്പെട്ട്, ബ്രൂവറി അനുമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ LDF നേതൃയോഗത്തിൽ ചർച്ച ചെയ്തില്ല എന്നുള്ള പരാതി RJD നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. ഇത് നയപരമായ തീരുമാനമാണ്, ഒരു സർക്കാർ എടുക്കേണ്ട നയപരമായ തീരുമാനമാണ് ബ്രൂവറി അനുവദിക്കുക, മദ്യശാല അനുവദിക്കുക, മദ്യനയം അംഗീകരിക്കുക എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു നയപരമായ ചർച്ച നടക്കേണ്ടത് ഭരണമുന്നണിയിലെ പ്രധാനപ്പെട്ട സംവിധാനമായ LDF നേതൃയോഗത്തിലാണ്. അങ്ങനെ നയപരമായ ചർച്ച എന്തുകൊണ്ട് നടന്നില്ല? അതിലുള്ള അതൃപ്തി CPM നേതൃത്വത്തെ നേരിട്ട് കണ്ട് അറിയിക്കാനാണ് RJD നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത മാസം 2-ാം തീയതി അവരുടെ ഒരു നേതൃയോഗം തിരുവനന്തപുരത്ത് വെച്ച് ചേരുന്നുണ്ട്. ഒരുപക്ഷെ അന്നോ അതിനുശേഷമോ LDF നേതൃയോഗത്തെ തങ്ങളുടെ അതൃപ്തി അറിയിക്കും, CPM നേതൃയോഗത്തെയും അതൃപ്തി അറിയിക്കും. അതിനൊപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരു ഘടകകക്ഷിയുടെയും ഓഫീസിൽ പോയി MP രാജേഷ് കാര്യങ്ങൾ വിശദീകരിക്കില്ല. CPIയുടെ ഓഫീസിൽ പോയി മാത്രമാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. എന്ത് രീതിയാണ് എന്നുള്ള ചോദ്യമൊക്കെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും അവർ അതൃപ്തി പ്രകടിപ്പിക്കും. പക്ഷേ RJD അതൃപ്തി പ്രകടിപ്പിക്കുമ്പോൾ CPM അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം താരതമ്യേന ചെറിയ കക്ഷിയായിട്ടാണ് അതിനെ, ആ പാർട്ടിയെ അവർ വിലയിരുത്തുന്നത്, CPM നേതൃത്വം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എതിർ സ്വരങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു എതിർ സ്വരമായി കണ്ടുകൊണ്ട് ഇവരുമായിട്ടെല്ലാം ഒരു പക്ഷേ ഉഭയകക്ഷി ചർച്ച CPMന്റെ സംസ്ഥാന സെക്രട്ടറി നടത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയേക്കും. അങ്ങനെ ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ മദ്യശാല തുടങ്ങി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പിന്നീട് കടക്കുകയുള്ളൂ. എന്തായാലും ആദ്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് എതിർപ്പ് രേഖപ്പെടുന്ന എല്ലാ കക്ഷികളുമായും ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ട് ജിൽസി. തീർച്ചയായും സെയ്ഫ്, അങ്ങനെയാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ ഈ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മറികടക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ CPM ശ്രദ്ധയൂന്നുന്നത് ഭരണകക്ഷിയിലെ മറ്റ് ഘടകകക്ഷികളുടെ എതിർപ്പ് മാറ്റുക, പ്രത്യേകിച്ച് CPI അടക്കം പരസ്യമായി എതിർപ്പ് പ്രകടമാക്കിയ പശ്ചാത്തലത്തിൽ അവരുമായി, അങ്ങനെയാണെങ്കിൽ ഒരു LDF യോഗം അല്ലെങ്കിൽ വെവ്വേറെ കക്ഷികളെ, നേതാക്കളെ വെവ്വേറെ കണ്ടിട്ടുള്ള ഒരു തീരുമാനം മാറ്റാൻ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ തീരുമാനം അറിയിക്കാനുള്ള ശ്രമങ്ങൾ, അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതെ ജിൽസി, അത് കാരണം ഇന്നലെ തന്നെ CPI അവരുടെ എതിർപ്പ് പരസ്യമായി രേഖപ്പെടുത്തി. നേതാക്കന്മാർ വന്ന് ഒരു സൗണ്ട് ബൈറ്റ് തരുന്നു എന്നതിനപ്പുറത്തേക്ക് അവർ ജനയുഗത്തിൽ ലേഖനം എഴുതിക്കൊണ്ട് അവരുടെ മുതിർന്ന നേതാവായ ദേശീയ കൗൺസിൽ അംഗമായ സത്യൻ മൊകേരി തന്നെ ലേഖനം എഴുതി ചില സംശയങ്ങൾ ഉന്നയിക്കുന്നു. അതിന് വാർത്താ സമ്മേളനം നടത്തി MP രാജേഷ് മറുപടി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും CPIക്കുള്ള മറുപടിയാണോ ഇതെന്ന് നമുക്ക് തോന്നുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടായത്. വെള്ളത്തിന്റെ കണക്ക് പറയുന്നു, ഒരു തുള്ളി വെള്ളം പോലും അവിടെ എടുക്കില്ല, വെള്ളത്തിന്റെ കാര്യത്തിൽ അവാസ്തവ പ്രചരണം നടക്കുന്നു, തെറ്റിദ്ധാരണ ചിലർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുക വഴി CPIക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ വാചകം, ഇതൊക്കെ പറയുമ്പോൾ CPIക്ക് കൂടി ബോധ്യപ്പെടും എന്നുള്ളതാണ്. അതായത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ എക്സൈസ് മന്ത്രി എന്ന നിലയിൽ MP രാജേഷിനോട് കൂട്ടി കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ശ്രമം നടത്തിയേക്കും. അത് വരും ദിവസങ്ങളിൽ ഇപ്പോൾ സമ്മേളനത്തിന്റെ ഒരു തിരക്കാണ്. ഇപ്പൊ കോഴിക്കോട് സമ്മേളനത്തിന് പിന്നാലെ കാസർഗോഡ് സമ്മേളനം, അതിനുശേഷം കണ്ണൂർ സമ്മേളനമെല്ലാം നടക്കുകയാണ്. അതിനുശേഷമായിരിക്കുമോ ഇതിനിടയിൽ നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും അധികം വൈകാതെ തന്നെ ഈ ചർച്ച അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കും ജിൽസി.
യെസ്, എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച അത് തുടരുന്നത് അതിനൊരു പ്രതിച്ഛായ ഭംഗമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പ്രതിപക്ഷ കക്ഷികൾ തന്നെ ഇതിൽ പ്രതിപക്ഷ നേതാവ് തന്നെ CPI-യുടെയും ഒപ്പം തന്നെ മറ്റ് ഘടകകക്ഷികളുടെയും നിലപാട് അറിയണമെന്ന് ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിനിടെ തന്നെയാണ് അവരുടെ ഒരു വിയോജിപ്പും പരസ്യമായി തന്നെ പ്രകടമാക്കുന്നത്. സ്വാഭാവികമായും മുന്നണിയിലെ എതിർപ്പ് മറികടക്കുക എന്നുള്ളതാണ് CPM-ന് മുന്നിലുള്ള വെല്ലുവിളി. അതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകുക. ഇവരെ ഒരുമിച്ചോ വെവ്വേറെയൊക്കെ കണ്ടുകൊണ്ട് തന്നെ അവരെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങൾ CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം ബ്രൂവറി എന്നുള്ള വിഷയം, ബ്രൂവറിക്ക് മന്ത്രിസഭ അനുമതി നൽകിയതിൽ മാറ്റമില്ല, അതുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാർ തീരുമാനം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മുന്നണിയിലെ ഘടക കക്ഷികളെ തന്നെ ആദ്യം അനുനയിപ്പിക്കേണ്ടതുണ്ട്.